നമസ്കാരം, ഞാൻ രജിൻദാസ് MS. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1200 ആണ്ട് ചിങ്ങമാസം പിറന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ പുതുവർഷത്തെ നമ്മൾ കാണുന്നത്. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് എന്നാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നത്. സൂര്യൻ സ്വമൂലക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നൽകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മകയിരത്തിൻ്റെ 2ാം പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറുകാർക്ക് ചിങ്ങം രാശിയിലേക്കുള്ള സൂര്യന്റെ പകർച്ച വളരെ അനുകൂലമാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരിൽ ജോലി, പ്രമോഷൻ, പദവികൾ മുതലായ എന്തെങ്കിലും സ്ഥാനപ്രാപ്തിക്കായി ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് അത് ആഗ്രഹിച്ച പോലെ ലഭിക്കുവാൻ യോഗമുണ്ട്. മനസ്സിനെ വല്ലാതെ വലയ്ക്കുന്ന വിധത്തിൽ ആരെങ്കിലുമായും എന്തെങ്കിലും തരത്തിലുള്ള ശത്രുത, അഭിപ്രായ ഭിന്നതകൾ, കലഹങ്ങൾ, കോടതി കേസ് വ്യവഹാരങ്ങൾ എന്നിവ തുടർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആയതിനൊക്കെ ഒരു അവസാനമുണ്ടാകുന്നതിനും മനസ്സമാധാനമുണ്ടാകുന്നതിനും യോഗം കാണുന്നു. സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് അതൊക്കെ മാറി ഐശ്വര്യമുണ്ടാകുന്നതിനും പുതിയ ധനാഗമ മാർഗങ്ങൾ തെളിയുന്നതിനും യോഗമുണ്ടാകും. ആരോഗ്യപരമായി അല്പം ദോഷാവസ്ഥ അനുഭവിച്ചിരുന്നവർക്ക് അതുമാറി ആരോഗ്യമുണ്ടാകുന്നതിനും യോഗം കാണുന്നു. പൂരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന മീനക്കൂറുകാർക്ക് സൂര്യൻ 6ാം ഭാവത്തിലേക്കാണ് രാശിമാറ്റം ചെയ്തിരിക്കുന്നത്. മനസ്സിനെ വളരെ വേദനിപ്പിച്ചിരുന്ന പല ദുഃഖങ്ങൾക്കും ഉടനെ ശമനമുണ്ടാകും. നാളുകളായി അനുഭവിച്ചു വന്നിരുന്ന രോഗക്ലേശങ്ങൾക്ക് ചികിത്സയിലൂടെ ശമനമുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത, അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ, കോടതി കേസ് വ്യവഹാരങ്ങൾ എന്നിവ തുടർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആയതിനൊക്കെ ഒരു അവസാനമുണ്ടാകുന്നതിനും യോഗം കാണുന്നു. വിശാഖത്തിന്റെ അവസാന 15 നാഴിക, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചിക കൂറുകാർക്ക് കർമ്മഭാവമായ 10ാം ഭാവത്തിലേക്കാണ് സൂര്യന്റെ രാശിമാറ്റം. വളരെ നാളുകളായി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ടാകും. ജോലിയുള്ളവർക്ക് മേലധികാരികളുടെ പ്രശംസ, പ്രമോഷൻ, സാലറി ഇൻക്രിമെന്റ് എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. സർവോപരി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുവാനും തടസ്സം കൂടാതെ ഏത് കാര്യവും സാധിച്ചെടുക്കുവാനും ഏറ്റവും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. ചിത്തിര നക്ഷത്രത്തിന്റെ 2ാം പകുതി, ചോതി, വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക എന്നിവ ചേരുന്ന തുലാക്കൂറുകാർക്ക് സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലേക്കാണ് സൂര്യന്റെ രാശിമാറ്റം. ഈ നക്ഷത്രക്കാർക്ക് ധനലാഭവും ഐശ്വര്യവും ഉണ്ടാകുവാൻ യോഗം കാണുന്നു. ഏതെങ്കിലും വിധത്തിൽ കിട്ടാനുള്ള ധനം എന്തെങ്കിലും കിട്ടാതെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആയത് വന്നു ചേരുവാൻ യോഗമുണ്ടാകും. മനസ്സിൽ വളരെ നാളുകളായി കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് ഈ സമയത്ത് യോഗമുണ്ടാകും. മനസ്സിനെ അലട്ടിയിരുന്ന ചില ദുഃഖങ്ങൾക്ക് ശാന്തിയും രോഗങ്ങൾക്ക് ശമനവും ധനലാഭവും വ്യാപാരം, കച്ചവടം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും. ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരുന്നതിനായി മഹാദേവനെ ഭജിക്കുന്നതും ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ആവുന്നത്ര ജപിക്കുന്നതും വളരെ ഗുണകരമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.